ഫൈനലി നമ്മളുടെ വുമൻസ് ഡേ സെലിബ്രേഷനായി. അപ്പോൾ ഒന്ന് ഞാൻ സാരി കേട്ടെടുത്തതൊക്കെ എങ്ങനെയുണ്ട് ഭംഗിയില് കാണാൻ. അപ്പോൾ ഇന്നാണ് പരിപാടി. നമ്മളോട് നേരത്തെ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടുന്ന് നമ്മുടെ വീട് കുറച്ച് സിറ്റിയിലായതുകൊണ്ട് എപ്പോഴും ബസ്സില്ലാത്തതുകൊണ്ടും നമ്മൾ കറക്റ്റ് ഒരു 7:30ക്കാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് കേട്ടോ. അവിടെ 7:30ക്ക് എത്താൻ പറഞ്ഞതാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഡാൻസിനൊക്കെ പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട്. അങ്ങനെ ഗുഡ് മോർണിംഗ്. ഓടൊക്കെ വന്നിട്ട് ഗൈസ്. ശ്രീഹരി TS BSc LLB അഡ്വക്കേറ്റ്. അല്ല ഭംഗിയില്ല കാണാൻ. ഭംഗിയില്ലെങ്കിൽ നമ്മളിങ്ങനെ പറയണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. നമ്മളെ കാണാനല്ല ഭംഗിയുണ്ട്, നമ്മളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളല്ലാണ്ട് വേറെ ആരും നമ്മളെ ഭംഗിയൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ദിവസത്തെ ഞാൻ അവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു 9:30 കൂട്ടാം. ഇവിടുന്ന് 7:15 ഇറങ്ങി അവിടെ ഒരു 9:30 ആകുമ്പോഴേ എത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ അതുവരെ ഞങ്ങളുടെ 4 ദിവസത്തെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടിട്ട് വേഗം പോയേട്ടാ. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് പ്രാക്ടീസൊക്കെ ക്ഷീണിച്ച് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. കൊണ്ടാട്ടം കഴിച്ചോ? അതെന്താ കുറച്ചും കൂടി നിനക്ക് എടുക്കാൻ കുറച്ച് കറി എടുക്കുക. പിന്നെ ഇതിനെ കഴിക്കാം. യമ്മി. പൈസ ദിവസേന നമ്മൾ കേൾക്കുന്ന വാർത്തകളുടെ വികലമായൊരു ചിത്രം മാത്രമാണിത്. ലഹരിയിൽ മുഴുകിയ തലമുറയുള്ള ഈ കാലത്ത് നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളും വീടുകളിൽ പോലും സുരക്ഷിതരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഒരു മാറ്റം വരേണ്ടേ? എല്ലാവരും സഹാബയിലേക്ക് വന്നോളൂട്ടാ. മറക്കല്ലേ. അയ്യോ, അബിയുടെ കൈ, അബിയുടെ കൈ.
Ready? 1, 2, 3, നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനാണ് ലേറ്റ് ആയിരിക്കുന്നത്, എല്ലാവരും എത്തിയിരിക്കുന്നത്. ഇമ്മക്ക് ഇന്നല്ലേ വിമൻസ് ഡേ ഒരു പൊളിക്കൂലേ? ആരും കുഴപ്പമില്ല. 2 ദിവസത്തെ കഷ്ടപ്പാടാ. 2 അല്ല 4 ദിവസത്തെ കഷ്ടപ്പാട്. ഇത് ഞങ്ങള് പൊളിക്കും. അപ്പൊ ഇത് നമ്മൾ പൊളിക്കും. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. പരിപാടി തുടങ്ങാൻ പോവാണ്. കളിക്കാൻ പോകാൻ അറിയില്ല എന്താവും എങ്ങനെയാവുന്നു. അയ്യോ കൊളാവുകയാണെങ്കിൽ എല്ലാം ഫുൾ വീഡിയോ വ്ളോഗിൽ ഉണ്ടാവില്ല. നല്ല നല്ല ഭാഗങ്ങൾ മാത്രം എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ സഹാറകൾ നിർത്തുന്നുണ്ടോ? Should it be restricted to just one day where we post a status, post a story saying women should be appreciated, women should be raised in the society, they should be treated as equals. But we do that. I invite our CEO, Dr. Rajan Babu Matthew, to give few insights
Please come. Good morning, everybody. ഗുഡ് മോർണിംഗ്. ഈ വനിതാ ദിനത്തിനോടനുബന്ധിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സഹാറ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനേഴ്സും സ്റ്റുഡൻസും അതുപോലെ എല്ലാ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും അതിന്റെ ഓണേഴ്സായിട്ട് പ്ലീസ് ബിലീവ് ഇൻ യുവർസെൽഫ്. നമ്മുടെ സാഹചര്യങ്ങൾ പക്ഷേ അങ്ങനെ ആയിരിക്കില്ലായിരിക്കും. എന്നാൽ വാസ്തവം അല്ലെങ്കിൽ സത്യം എന്നുള്ളത് you are very special and very important. You are one of a kind. And you are a prize to possession. Without you, this world is not beautiful. So you believe first yourself. That is my first message. Second message, you are loved and valued. You have a value. You have been loved. Let us not focus on where some other elements are in. So you don't worry about it. You believe and take care of yourself. And what matters is the work and your मुली आणि महिला ह्या सर्वांना आपल्या पृथ्वीवर संपूर्णपणे मुक्त राहायची अशी इच्छा आहे. त्यासोबत देवाने त्यांना स्वतः निर्मिती केलेली आहे. मी माझे शब्द इथे संपवते. धन्यवाद. आदर और सम्मान करनी चाहिए. उसके अलावा उसको वो फ्रीडम, और हम लोगों का, हर लोगों का ये कर्तव्य बनता है कि हम लोग अपनी स्त्री नारियों को शक्ति दे, मुक्ति दे और रक्षा करें. धन्यवाद. थैंक यू सो मच. on this occasion. താങ്ക് യു സർ. Work. Which Indian woman
സപ്പോർട്ടുള്ള കാരണം ഞാനിത് അതെ 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 അല്ലേ നല്ലൊരു പരിപാടിയാണ് നമ്മൾ ചെയ്ത കണ്ടന്റ് അടിപൊളിയായിരുന്നു. അതെ അതെ പറഞ്ഞ പോലെ മാർക്കറ്റിൽ മാത്രം ആഘോഷിക്കാനല്ല, എല്ലാ ദിവസവും ആഘോഷിക്കാം. Give respect and take എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം ഭയങ്കര ഇഷ്ടമായിട്ടാ ഗൈസ്. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നത്. അപ്പോ എല്ലാവരും അങ്ങനെ ഗ്രീൻ ആപ്പിൾ ഈ ബാഗ് ഒന്ന് മാറ്റിയെടുക്കുന്നേ. ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ട് തിന്നാൻ പറ്റുന്നവർക്ക് ശ്രീലു ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അതെ എക്സ്പ്രഷൻ പാടില്ല, എക്സ്പ്രഷൻ പാടില്ല, ചിരിക്കാനൊന്നും പാടില്ല. ആ പോയി 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 തോറ്റി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ അടുത്തൊരു ചാലഞ്ച് ചെയ്യാൻ പോവാണ്. എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് ആരെ കുടിക്കാതൊക്കെ പോകട്ടോ. കുറച്ചേലും ഒഴിക്കാടാ. ഞാൻ ചിക്കു ഒഴിച്ച മധുരം മധുരം ഇതെല്ലാം കൂടി മതിയല്ല പാവണ്ട. ഞാൻ കുടിക്കില്ല. എടാ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. സോമാലിയിലൊക്കെ ആൾക്കാര് അതെ 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 വെറുതെ പറയടി. എങ്ങനെ അടിപൊളി പോടാ ശരിക്കും ആ നോക്കട്ടെ. എനിക്കിഷ്ടായി. ഇത്രയുള്ളൂ. ആ അറിയണില്ലല്ലോ. പക്ഷെ എല്ലാത്തിനും ഫ്ലേവർ ടേസ്റ്റ് കുറവില്ല. ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടടാ. അല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയത് പറയാം. എല്ലാം കൂടി സെപ്പറേറ്റ് കുടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. സിപ്പ് വാങ്ങിട് മാറിലല്ലേ പോണം. അശ്വിനും നീ കുടിക്കണം എന്തായാലും. അത് ഞങ്ങൾ ഉണ്ടാക്കിയത് അവനും നമ്മുടെ വൈബല്ലേ പറഞ്ഞോളൂ. കൊള്ളാലോ. കുടിക്കും. അനെങ്ങനെയുണ്ട്? മൊജിറ്റോ എങ്ങനെയുണ്ട്? സാധനം പക്ഷെ എന്നാരും കുടിച്ചില്ലടാ. കോപ്പിന് ഹള് വെക്കോ? പാവുണ്ട് പാവത്. അത് കുടിക്കണ്ടാ. അവർക്കത് വേണ്ട. നമ്മുടെ ഡിഷിന് കുടിച്ചോ. നീ കുടിച്ച ബാക്കി കുടിക്കടാ. ലിയ